അപ്പോൾ ഇന്നത്തെ സിനിമ പ്രാവിൻകൂട് ഷാപ്പ് സിനിമ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. ഈ സിനിമ കണ്ട് മുഴുവനായപ്പോഴേക്കും എനിക്ക് തോന്നിയ ഇതിലെ ഹീറോ എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് മ്യൂസിക് കൊടുത്തിരിക്കുന്ന വിഷ്ണു വിജയ് ആണ്. കക്ഷി ഇതിൽ നല്ല രീതിയിൽ തന്നെ മ്യൂസിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സിനിമയ്ക്ക് പല സ്ഥലങ്ങളിൽ ലാഗ് പോലെ അനുഭവപ്പെടുന്ന ഭാഗങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമ ക്രൈം ത്രില്ലർ മൂവി ആണെങ്കിലും ഒരു കള്ള് ഷാപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ക്രൈം അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കള്ള് ഷാപ്പിലാവുമ്പോൾ കുറേ സമയം കള്ള് ഷാപ്പിൽ തന്നെ ആ കാര്യങ്ങൾ പോകുമ്പോൾ നമുക്കൊരു ലാഗ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു ലാഗിനെയൊക്കെ ഒന്ന് അതിജീവിക്കാൻ വിഷ്ണു വിജയിൻ്റെ ആ ഒരു BGM എന്താ മുട്ട് കൊടുത്തിരിക്കുന്നത് കക്ഷി മ്യൂസിക്കിൽ. അതേപോലെ പാട്ടുകളിലും തന്നെ നല്ല മ്യൂസിക്കാണ്. ആ ഒരു ടക്ക് 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 എന്നുള്ള ആ ഒരു അടി ഉണ്ടല്ലോ, അത് ഗംഭീരമായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വിഷ്ണു വിജയ് ഇതിന് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ സിനിമയുടെ ആ ഒരു കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് സമീറ സനീഷാണ്. അപ്പോൾ ഒരു കള്ള് ഷാപ്പിൽ എങ്ങനെയൊക്കെയാണ് വസ്ത്രം ധരിച്ചിട്ടിരിക്കുക, അവരുടെ അവസ്ഥകൾ എങ്ങനെയായിരിക്കും, ആ ഒരു രീതിയിലുള്ള ഒരു വസ്ത്രധാരണമൊക്കെയാണ് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്, വസ്ത്രാലങ്കാരം. അത് സമീറ സനീഷ് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് അതേ രീതിയിലുള്ള മേക്കപ്പും ചെയ്യണമല്ലോ. ആ മേക്കപ്പ് റോണക് സേവ്യറാണ് ചെയ്തിരിക്കുന്നത്, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ഒരു ഹീറോയിൻ എന്ന് പറയാൻ പറ്റുന്നത് ചാന്ദിനി ശ്രീധരനാണ്. അവർക്കുള്ള ആ മേക്കപ്പും നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ, ആദ്യത്തെ ആള് സൗബിൻ സാഹിർ. കക്ഷി ആദ്യം മുതൽ അവസാനം വരെയും സിനിമയിലുണ്ട്. കക്ഷിക്ക് നല്ല സ്ട്രോങ് ക്യാരക്ടർ തന്നെയാണ്. അത് ക്ലൈമാക്സ് വരെ അദ്ദേഹത്തിൻ്റെ അങ്ങനെ പോയി ഒരു ഞൊണ്ടി നടന്നുകൊണ്ട് ഒരു ഷാപ്പ് നടത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് നല്ല രീതിയിൽ തന്നെ സൗബിന് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കള്ള് ഷാപ്പിൽ ഒരു അപ്പൂപ്പനുണ്ട്, ഒരു വെള്ള താടിയൊക്കെ വെച്ചിട്ട്. കക്ഷിയുടെ പേരെനിക്കറിയില്ല. ശരിക്ക് കള്ള് ഷാപ്പിൽ വരുന്ന കള്ളുകുടിയന്മാരെ പോലെ തന്നെയാണ് അദ്ദേഹത്തെ കണ്ടാ ഉള്ളത്. അദ്ദേഹം ശരിക്കും ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൊക്കെ ഒരു കോമഡിക്കൊക്കെ വന്ന് മത്സരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ കണ്ടതായിട്ടൊരു ഓർമ്മയുണ്ട്. പിന്നെ ബേസിൽ ജോസഫ്, നമുക്കറിയാമല്ലോ ബേസിൽ ജോസഫ് ആ സിനിമയിലുണ്ടെങ്കിൽ കോമഡി ഇല്ലാതിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കക്ഷി ഒരു കൊമേഡിയനും ആയിരിക്കും, അതേപോലെ ഒരു പ്രധാന റോളും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെയാണ് പോലീസ് ഓഫീസറായിട്ട് ഇതിൽ നമ്മുടെ ബേസിൽ ജോസഫ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലെ കോമഡിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കള്ള് ഷാപ്പിൽ എന്തൊക്കെ രീതിയിലുള്ള കോമഡികൾ വരാൻ സാധ്യതയുണ്ട്. കള്ള് കുടിയന്മാർ കള്ള് കുടിച്ചിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും, പിന്നെ അതേപോലെ ഈ സിനിമയിലെ ആ ക്രൈം കള്ള് ഷാപ്പിൽ നടക്കുമ്പോൾ അതിലെ ആ ഡെഡ് ബോഡിയുടെ അടുത്ത് നിൽക്കുന്നവർ എന്തൊക്കെ കോമഡി പറയാൻ സാധ്യതയുണ്ട്, അതൊക്കെ നമ്മൾ എത്രത്തോളം ചിന്തിക്കുന്നുവോ അതുക്കും മേലെ ഇവർ കോമഡി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ചിരിക്കാൻ പറ്റിയ കോമഡികൾ തന്നെയാണ്. ഞാൻ കുറേ ചിരിച്ചു. അപ്പോൾ കോമഡി നന്നായിട്ടുണ്ട്. പിന്നെ അതേപോലെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എന്തൊക്കെ കോമഡികൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെയും തന്നെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള കോമഡികൾ അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സ്, അതേപോലെ ബേസിൽ ജോസഫിൻ്റെ ആ ക്യാരക്ടറൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരാൾ മരിക്കാൻ പോകുന്ന സമയത്ത്, ഇതിൽ ഒരാളല്ല കേട്ടോ, കുറച്ച് പേര് മരിക്കുന്നുണ്ട്. അതിൽ ഒരാൾ മരിക്കാൻ പോകുന്ന സമയത്ത് പോലും ആശുപത്രി കൊണ്ടുപോട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് കക്ഷി പറയുന്ന കോമഡികളൊക്കെ നമുക്ക് ശരിക്കും ഉൾക്കൊണ്ട് ചിരിക്കാൻ പറ്റുന്നുണ്ട്. മരിക്കുന്ന നിമിഷം വരെയും കോമഡിയാണ് എന്നർത്ഥം. അപ്പോൾ കോമഡി ഈ സിനിമയിൽ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇനി ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിലേക്ക് ഞാൻ കടക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് ലഭിക്കും. സെർച്ച് ചെയ്യാതെ തന്നെ നമുക്ക് ഹോം സ്ക്രീനിൽ ഞങ്ങളുടെ വീഡിയോകളുടെ തമ്പനെയിൽ നിങ്ങൾക്ക് കാണാം. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. കള്ള് ഷാപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ കള്ള് ഷാപ്പിൽ നടക്കുന്ന ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട ആ കഥ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരേ കാര്യത്തിൽ തന്നെ കള്ള് ഷാപ്പിൽ കാര്യങ്ങൾ അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതൊരു ലാഗ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും ഇതിൽ ലാഗ് വരുന്നുണ്ട്. ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം ഒരു ലാഗായിട്ട് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ലാഗൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷ്ണു വിജയുടെ മ്യൂസിക്, അതുപോലെ ഇതിൽ കൊടുത്തിരിക്കുന്ന പാട്ടുകൾ, പിന്നെ ഇതിലെ കോമഡി, അതൊക്കെ തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ലാഗ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നില്ല. പിന്നെ ഹീറോ ബേസിൽ ജോസഫ് ആണല്ലോ. അപ്പോൾ കക്ഷിയുടെ ആ കോമഡി, ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കഥ എഴുതി ഇത് ഡയറക്റ്റ്
ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ശ്രീരാജ് ശ്രീനിവാസന് കുറച്ചുകൂടി ഇത് നന്നാക്കാമായിരുന്നു. കാരണം ഈ ഇൻ്റർവെല്ല് വരെ ആകുമ്പോഴേക്കും തന്നെ ഇതിലെ ആ ക്രൈം ചെയ്യുന്ന ആൾ ആരാണെന്നുള്ളതൊക്കെ നമ്മുടെ മെയിൻ ഹീറോ കണ്ടുപിടിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊരു ത്രില്ലിങ് വരുന്നുണ്ട്. അങ്ങേരെ അത് കണ്ടുപിടിച്ച ആ ഒരു ലെവലൊക്കെ കുറേ ആലോചിച്ചിട്ടൊക്കെ പറയുന്നതൊക്കെ നമുക്കൊരു ത്രില്ലിങ് വരുന്നുണ്ട്. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറുകയാണ്. അവിടുന്ന് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ട് ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടർ ആകെ പൊട്ടം കളിക്കുന്ന പോലെയും ഒരു പൊട്ടത്തരം ചെയ്യുന്ന പോലെയൊക്കെയാണ് അങ്ങനെ പോകുന്നത്. അതൊരു വലിയൊരു ഇറിറ്റേഷനായിട്ട് തോന്നി. ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ചെമ്പൻ വിനോദിൻ്റെ റോള് നല്ലൊരു റോളാണ്. അത് അവസാനമാകുമ്പോഴേക്കും നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാം. അപ്പോൾ കക്ഷി ഇതിൽ നല്ല രീതിയിൽ അങ്ങേർക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ അവസാനം എത്തുമ്പോൾ ഇതിൽ ശരിക്ക് അതിൻ്റെ ക്രൈം കണ്ടുപിടിക്കേണ്ടത് ആരാണ്? അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ആളാണ്. പക്ഷേ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതങ്ങനെയല്ല പോകുന്നത്. അതൊരു വലിയ മൈനസ് പോയിൻ്റ് ആയിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കേണ്ട ആൾ തന്നെ അത് നല്ല രീതിയിൽ കണ്ടുപിടിക്കണ്ടേ, അതിവിടെ വരുന്നില്ല. ആ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നി. അതേപോലെ തന്നെ ഈ ക്രൈമിന് ഒരു തക്കതായ ഒരു കാരണം വേണമല്ലോ. ആ കാരണത്തിൽ കുറച്ചൊരു ബലക്കുറവുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളെ ക്രൈം ചെയ്യണമെങ്കിൽ അതിന് മാത്രമുള്ള ഭയങ്കര ഒരു ഭീകരമായ ഒരു കാര്യം കാണിക്കുകയാണെങ്കിൽ അത് നമുക്ക് കാണുമ്പോൾ ഒരു ത്രില്ലിങ് തോന്നും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് തോന്നും. പക്ഷേ ആ കാരണം ഒരു നല്ല കാരണമുണ്ട്, തക്കതായ ഒരു കാരണമുണ്ട്. പക്ഷേ എന്നാൽ അതിന് അത്രയ്ക്കൊരു കരുത്ത് പോരാ എന്ന് തോന്നി. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമയിലെ കോമഡി, അതേപോലെ സോങ്, മ്യൂസിക്, പിന്നെ കള്ളുഷാപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കഥയ്ക്കുള്ള ആ ക്യാരക്ടറുകളുടെ ആ അഭിനയ മികവ്, പിന്നെ അതുപോലെ തന്നെ ഇതിലെ ആ ക്രൈമിൻ്റെ ത്രില്ലിങ്, പിന്നെ ക്രൈം ചെയ്യുന്ന ട്രിക്സ്, ഇതൊക്കെ നന്നായിട്ടുണ്ട്. എന്നിരുന്നാലും ഈ സിനിമയുടെ ആ കഥയ്ക്ക് അവസാനം എത്തുമ്പോഴേക്കും ഒന്നുകൂടി സ്ട്രോങ് ആക്കാമായിരുന്നു. ബേസിലിൻ്റെ ക്യാരക്ടറിനെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ അവസാനമാകുമ്പോഴേക്ക് എത്തുന്നില്ല. ഒരു പൊട്ടം കളി പോലെ ആയിപ്പോയി. അപ്പോൾ ആ ഒരു കുറവ് ഈ സിനിമയ്ക്ക് നന്നായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഒരു ആവറേജ് മൂവിയാണ്. അതായത് നന്നായിട്ടില്ല എന്നല്ല, കണ്ടിരിക്കാം. കാരണം അതിൻ്റെ ആ മ്യൂസിക്കും സോങ്ങും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടിരിക്കാം. അതേസമയം വളരെ നന്നായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം അവസാനമാകുമ്പോഴേക്കും ഒക്കെയുള്ള ആ കഥയിലുള്ള ആ ഒരു സ്ട്രോങ് കുറവ്.